നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ഓണം അടുത്തെത്തുന്ന ഈ സമയത്ത് കേരളത്തിലെ റേഷൻ കാർഡ് ഉപഭോക്താക്കൾക്കും സാധാരണ ജനങ്ങൾക്കും ഏറെ ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന പ്രഖ്യാപനമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. ഓണവിപണി സുഗമമായി നടത്തുന്നതിനായി സപ്ലൈകോയ്ക്ക് അടിയന്തരമായി 253 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. അതിൽ 200 കോടി രൂപ ഓണവിപണിക്കായും 53 കോടി രൂപ മഞ്ഞ കാർഡ് അതായത് AAY കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനുമായാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ തീരുമാനത്തിന്റെ പ്രാധാന്യം എന്താണ്, ആർക്കൊക്കെയാണ് ഇതിന്റെ നേട്ടം ലഭിക്കുക, ഓണക്കിറ്റിൽ എന്തൊക്കെ ഉണ്ടായേക്കും, സാധാരണ ജനങ്ങൾക്ക് ഇതിലൂടെ എന്ത് ഗുണമാണ് ലഭിക്കുന്നത് എല്ലാം വിശദമായി നോക്കാം. ഓണത്തിന് മുൻപുള്ള വലിയ തീരുമാനം. കേരളത്തിൽ എല്ലാ വർഷവും ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനും സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ആവശ്യ സാധനങ്ങൾ ലഭിക്കാനുമായി സപ്ലൈകോ പ്രത്യേക ഓണവിപണി സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷവും അതിനുള്ള ഒരുക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ 253 കോടി രൂപയുടെ അടിയന്തര ധനസഹായം അനുവദിച്ചിരിക്കുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ട് ഈ തീരുമാനം കൈക്കൊണ്ടത്. 253 കോടി രൂപ എങ്ങനെ വിഭജിച്ചു എന്ന് നോക്കാം. ഈ തുക രണ്ട് പ്രധാന ആവശ്യങ്ങൾക്കായാണ് അനുവദിച്ചിരിക്കുന്നത്. ഒന്നാമത് സപ്ലൈകോയുടെ ഓണവിപണി നടത്തിപ്പിന് 200 കോടി രൂപ. രണ്ടാമത് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ 53 കോടി രൂപ. അതായത് ഓണത്തിന് മുൻപ് സപ്ലൈകോയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനും സ്റ്റോക്ക് ഉറപ്പാക്കാനും ഈ തുക സഹായമായേക്കും. മഞ്ഞക്കാർഡ് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം. AAY വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ റേഷൻ കാർഡ് കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് ലഭിക്കുന്നത്. സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഓണസമയത്ത് അധിക സഹായം നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ പ്രത്യേകമായി 53 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് വലിയ പ്രഖ്യാപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഓണക്കിറ്റിൽ എന്തൊക്കെ ഉണ്ടായേക്കാം? സർക്കാർ ഇതുവരെ ഔദ്യോഗിക പട്ടിക പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ മുൻ വർഷങ്ങളിലെ മാതൃക പ്രകാരം അരി, പഞ്ചസാര, ചെറുപയർ, കടല, വെളിച്ചെണ്ണ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് തുടങ്ങി വിവിധ ആവശ്യ സാധനങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അന്തിമ പട്ടിക സർക്കാർ പിന്നീട് ഔദ്യോഗികമായി അറിയിക്കും. സപ്ലൈകോ ഓണവിപണി എന്തുകൊണ്ടാണ് പ്രാധാന്യമാകുന്നത്? ഓണക്കാലത്ത് വിപണിയിൽ സാധനങ്ങളുടെ വില സാധാരണയായി ഉയരാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ സർക്കാർ വിപണിയിൽ ഇടപെട്ട് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് സപ്ലൈകോ ഓണവിപണി. ഇതിലൂടെ സാധാരണ കുടുംബങ്ങൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസം ലഭിക്കും. വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് പ്രധാന ലക്ഷ്യം. സർക്കാർ വ്യക്തമാക്കുന്നത് ഈ തുക വെറും ചെലവിനല്ല, വിപണിയിൽ ആവശ്യത്തിന് സാധനങ്ങൾ എത്തിച്ച് വിലക്കയറ്റം നിയന്ത്രിക്കാനുമാണ്. ആവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കിയാൽ സ്വകാര്യ വിപണിയിലും അമിത വില വർദ്ധിക്കുന്നത് കുറയ്ക്കാൻ കഴിയും. കൂടുതൽ തുകയും അനുവദിക്കാമെന്ന് സർക്കാർ. ഭക്ഷ്യമന്ത്രി അറിയിച്ച മറ്റൊരു പ്രധാന കാര്യം, അനുവദിച്ച തുക മതിയാകാതെ വന്നാൽ വീണ്ടും സർക്കാരിനെ സമീപിക്കാമെന്നാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ തുകയും അനുവദിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സപ്ലൈകോയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന തീരുമാനമാണ്. പുതുക്കിയ ബജറ്റിലെ വിലയിരുത്തൽ. പുതുക്കിയ ബജറ്റിന്റെ സപ്ലൈകോയ്ക്കായി 315 കോടി രൂപ വകയിരുത്തിയിരുന്നു. അതിൽ ആദ്യഘട്ടമായി 20 കോടി രൂപ നേരിട്ട് നൽകിയിരുന്നു. ഇപ്പോൾ അതിനു പുറമെ 253 കോടി രൂപ അനുവദിച്ചതോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ സാധിക്കും. മുൻ സർക്കാരുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭക്ഷ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ മുൻ സർക്കാരുകൾ ഒരുമിച്ച് ഇത്രയും വലിയ തുക സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടില്ല. ഈ വർഷം വളരെ നേരത്തെ തന്നെ ധനസഹായം ലഭിച്ചതിനാൽ ഓണവിപണി കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമിന്റെ പ്രാധാന്യം നോക്കാം. ഈ തുക സർക്കാർ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമിൽ നിന്നാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വിലക്കയറ്റം നിയന്ത്രിക്കുക, ആവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുക, പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ നൽകുക, വിപണിയിലെ അനാവശ്യ വിലവർധന തടയുക. സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നോക്കാം. ഈ തീരുമാനത്തിലൂടെ ലഭിക്കാവുന്ന പ്രധാന ഗുണങ്ങൾ: ഓണക്കാലത്ത് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങാം. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സ്റ്റോക്ക് വർദ്ധിക്കും. അതുപോലെ തന്നെ മഞ്ഞക്കാർഡ് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് ലഭിക്കും. വിപണിയിലെ വിലക്കയറ്റം കുറയാൻ സഹായിക്കും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായേക്കാം. ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ, സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവർ, ഓണക്കിറ്റിനായി കാത്തിരിക്കുന്ന കുടുംബങ്ങൾ, ഓണക്കാലത്ത് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആണ് കൂടുതൽ ശ്രദ്ധകൾ ചെലുത്തേണ്ടത്. വരും ദിവസങ്ങളിൽ സർക്കാർ ഓണക്കിറ്റ് വിതരണ തീയതി, കിറ്റിലെ സാധനങ്ങളുടെ പട്ടിക, വിതരണ രീതി തുടങ്ങിയ
കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് സാധ്യത. അറിയിപ്പുകൾ വന്നാൽ അതിന്റെ വിശദാംശങ്ങളും നമുക്ക് പരിശോധിക്കാം. ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോയ്ക്ക് 253 കോടി രൂപ അനുവദിച്ച സർക്കാർ തീരുമാനം സാധാരണ ജനങ്ങൾക്കും പ്രത്യേകിച്ച് മഞ്ഞക്കാട് കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമാണ്. 200 കോടി രൂപ ഓണവിപണി ശക്തിപ്പെടുത്താനും 53 കോടി രൂപ ഓണക്കിറ്റ് വിതരണത്തിനുമായി അനുവദിച്ചിരിക്കുന്നത് ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനും ആവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാനുമുള്ള ഒരു പ്രധാന നടപടിയാണ്. ഇനി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഓണക്കിറ്റ് വിതരണ തീയതിയും കിറ്റിലെ സാധനങ്ങളുടെ അന്തിമ പട്ടികയും ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യൂ. സർക്കാർ പദ്ധതികൾ, റേഷൻ, പെൻഷൻ, സപ്ലൈകോ, ക്ഷേമ പദ്ധതികൾ എന്നിവയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.